നമസ്കാരം. സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടിയത് ആർക്കാണ്? അത്തരമൊരു ചോദ്യം വിദ്യാർത്ഥികളുടെ മുൻപിൽ പരീക്ഷയ്ക്ക് വന്നത് വലിയ ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ജിഹാദികളും വർഗീയവാദികളും കപടമതേതരക്കാരും ഒക്കെ ഉണ്ടാക്കി വെച്ച വ്യാജ ചരിത്രം ഓരോന്നായി പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്. ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടിയത് ആർക്കാണ് എന്നുള്ളത് ചരിത്രത്തിൽ തെളിഞ്ഞു നിൽക്കുന്നതാണ്. അത് സവർക്കർക്കാണ്. അത് കോൺഗ്രസ്സുകാർക്കും അറിയാം. സ്വാതന്ത്ര്യാനന്തരം ചരിത്രം ഉണ്ടാക്കി വെച്ച എല്ലാവർക്കും അറിയാം. ജവഹർലാൽ നെഹ്റുവിന് വേണ്ടി ചരിത്രം ഉണ്ടാക്കിയവർക്കും ഒക്കെ അറിയാം. ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിച്ചതും പീഡനം അനുഭവിച്ചതും സവർക്കറാണ് എന്നുള്ളത്. ആ ഉത്തരം വിദ്യാർത്ഥികൾ, പുതിയ തലമുറ തിരിച്ചറിഞ്ഞെന്നാൽ ഇവരുടെ കള്ളച്ചരിത്രവും കുടുംബവാഴ്ചയും ഒക്കെ അവസാനിക്കും എന്നറിയാം. അതിൽ വളരെ വിചിത്രമായ ഒരു കാര്യം, MK മുനീർ പറഞ്ഞിരിക്കുന്നത് ഇത് RSSൻ്റെയും BJPയുടെയും അജണ്ട ആണ് ഈ ചോദ്യം എന്നാണ്. നാണമുണ്ടോ എന്ന് ഞാൻ മുനീർ സാഹിബിനോട് ചോദിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരുപക്ഷെ വെളിയില്ലാതെ പറയുന്നതാണോ എന്നൊന്നും അറിയില്ല. ഏതായാലും മുനീറിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, 1-2 ചോദ്യങ്ങൾ, അതല്ലാതെ ഭാരതത്തെ വിഭജിച്ച മുസ്ലിം ലീഗിൻ്റെ പേരായിരുന്നോ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യ സമരത്തിൽ പീഡനം അനുഭവിച്ചത് അല്ലെങ്കിൽ ശിക്ഷ അനുഭവിച്ചത് എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുകയും അമ്പലങ്ങളൊക്കെ കത്തിക്കുകയും അടിച്ചു തകർക്കുകയും ചെയ്ത വർഗീയവാദിയായ ഭീകരവാദിയായ വാര്യൻ കുന്നനെ ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിച്ച ആളായിട്ട് പഠിപ്പിക്കണം എന്നായിരുന്നോ MK മുനീർ ഉദ്ദേശിച്ചത്? അങ്ങനെ ഓരോരുത്തരുടെയും ചരിത്രം എടുത്തുകൊള്ളും. നിങ്ങൾ അന്വേഷിക്കുന്ന ചരിത്രം തന്നെ, നിങ്ങൾ എഴുതി വെച്ച ചരിത്രം തന്നെ എടുത്താൽ മതി ആരാണ് ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളത് എന്ന്. ആ സത്യം പുറത്തു വന്നാൽ ഈ വാഴ്ചകളും കപട വാഗ്ദാനങ്ങളും വ്യാഖ്യാനങ്ങളും തട്ടിപ്പുകളും എല്ലാം പുതിയ തലമുറ തിരിച്ചറിയും. അങ്ങനെ വരാതിരിക്കണം എന്നുള്ളതാണ് ഇവരുടെ ആഗ്രഹം. ഈ ചോദ്യം വന്നതിപ്പോൾ അവരെ മുഴുവൻ കുഴക്കിയിരിക്കുകയാണ്. എന്നിട്ട് ആ ചോദ്യം ഉന്നയിച്ച ആൾക്കാർക്കെതിരെ, അല്ലെങ്കിൽ അത്തരം ഒരു ചോദ്യം തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ, അല്ലെങ്കിൽ ആ അക്കാദമിക് മേഖലയിലുള്ളവർക്കെതിരെ നടപടികൾ എടുക്കാനായിട്ട് വർഗീയവാദികളുടെ നേതാവായ മുസ്ലിം ലീഗ് മന്ത്രി തയ്യാറാവുന്നു എന്നാണ് കേൾക്കുന്നത്. നടപടി എടുത്തോ ഇല്ലയോ എന്നറിയില്ല. ഒരു മുസ്ലിം ലീഗ് മന്ത്രിക്ക് സഹിക്കാൻ കഴിയുന്നതല്ല ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെ വാഴ്ത്തുന്നതും യഥാർത്ഥ പീഡനം അനുഭവിച്ചവരെ പുതിയ തലമുറ അറിയുന്നതും മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് സഹിക്കാവുന്ന കാര്യമല്ല. കാരണം ഭാരതത്തെ വിഭജിക്കാൻ കൂട്ടുനിന്നവരാണ് അവർ. വർഗീയതയുടെ പേരിൽ ഭാരതമാതാവിനെ വെട്ടിമുറിച്ചവരാണ് അവർ. അത്തരം കാര്യങ്ങൾ ചെയ്ത് അത്തരം ചരിത്രവും കൂടി പുറത്തു വരും. ഈ യഥാർത്ഥ ചരിത്രം പുറത്തു വരുമ്പോൾ സവർക്കറുടെ മാത്രമല്ല, ഓരോരുത്തരുടെയും ചരിത്രം പുറത്തു വരും. ഓരോ സംഘടനകളുടെയും ചരിത്രം പുറത്തു വരും. യഥാർത്ഥ ചരിത്രം പുറത്തു വരട്ടെ. ആരാ ഭയപ്പെടുന്നത്? മുസ്ലിം ലീഗ് മന്ത്രിമാർക്ക് താങ്ങാൻ കഴിയില്ല, സഹിക്കാൻ കഴിയില്ല എന്നുള്ളത് വേറെ കാര്യം. ഏതായാലും സ്വാതന്ത്ര്യ സമരത്തിലെ യഥാർത്ഥ പോരാളികൾ ആരായിരുന്നു എന്നും സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ചവരാരായിരുന്നു എന്നും ഒക്കെ പുതിയ തലമുറ ഇനി പഠിച്ചേ തീരൂ. അവർ പഠിക്കാൻ തയ്യാറായിരിക്കുന്നു. നിങ്ങൾ ജെൻസി എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ മറ്റു തരത്തിൽ ദുരുപയോഗിക്കാൻ ശ്രമിക്കുന്നില്ലേ? ആ കൂട്ടത്തിൽ ഇതും കൂടി നടക്കും. അവർ വസ്തുത എന്താണെന്ന് പഠിക്കും. നിങ്ങളുടെ ചീട്ട് അതിന് ആവശ്യമില്ല. അവർ ചരിത്രം എന്താണെന്ന് പഠിക്കും. ആ ചരിത്രത്തിലൂടെ ഈ വ്യാജ നരേറ്റീവുകളൊക്കെ പൊളിച്ചടുക്കപ്പെടും. യഥാർത്ഥ വിപ്ലവകാരികളും യഥാർത്ഥ നായകന്മാരും പുതിയ തലമുറയുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കും. വ്യാജ ബിംബങ്ങളും കപട ചരിത്രങ്ങളും പൊളിഞ്ഞു വീഴുക തന്നെ ചെയ്യും. അതിൻ്റെ തുടക്കമാണ് ഇത്. ഈ സ്വാതന്ത്ര്യ സമരത്തെ മറച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും പരിശോധിക്കാം ആരാണ് ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിച്ചത് എന്നുള്ളത്. ബ്രിട്ടീഷുകാർ ആർക്കാണ് ഏറ്റവും കൂടുതൽ ശിക്ഷ വിധിച്ചിട്ടുള്ളത്, ആരാണ് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ചത് എന്നുള്ളത് പഠിക്കുക തന്നെ വേണം. MK മുനീറിന് പ്രായമായതിൻ്റെ അസ്കിതയാണോ എന്നറിയില്ല, അതോ മുസ്ലിം ലീഗിൻ്റെ ഈ തട്ടിപ്പ് തിരിച്ചറിയപ്പെടുന്നു എന്നുള്ളതിൻ്റെ വ്യാകുലതയാണോ എന്നും അറിയില്ല. ഏതായാലും യഥാർത്ഥ ചരിത്രം പുറത്തു വരട്ടെ, പുതിയ തലമുറ പഠിക്കട്ടെ, വ്യാജന്മാരുടെ പൊയ്മുഖങ്ങളൊക്കെ പുറത്തു വരട്ടെ. നമസ്കാരം.